സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയാണ്. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഏകാദശി എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വമേറിയതാണ്. 100 അശ്വമേധ യാഗങ്ങളിലുപരി പുണ്യദിനമായിട്ടാണ് ഭൂലോക വൈകുണ്ഠത്തിലെ ഈ ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കപ്പെടുന്നതെന്ന് നാരദപുരാണം പറയുന്നു. ഇന്നേ ദിവസം ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് സകല ദേവീദേവന്മാരോടുകൂടി തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഈ ഭൂലോക വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നുള്ളതാണ് സങ്കല്പം. അന്ന് അവിടെ വന്നു ചേരുന്ന എല്ലാവരിലും വൈഷ്ണവ ചൈതന്യം ദർശിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഭഗവാന്റെ മെസ്സേജാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് വന്നിട്ടുള്ള ഭഗവാന്റെ മെസ്സേജ് എന്താണ്? ദ ഫ്ലൂട്ട് ഓഫ് എൻചാൻമെൻറ്റ്. ഭഗവാന്റെ ഓടക്കുഴൽ നാദം, അതിൻ്റെ മാന്ത്രികത, അതിൻ്റെ ആ ഡിവൈൻ മെലഡിയുടെ മധുരിമ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാകുമാറാകട്ടെ എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. ആ ഒരു ഡിവൈൻ മെലഡി, ആ ഭഗവാന്റെ ഓടക്കുഴൽ നാദം, അത് കേൾക്കുന്നവരിൽ സ്പിരിച്വൽ എൻലൈറ്റൻമെൻറ്റും ഇമോഷണൽ ഫുൾഫിൽമെൻറ്റും ഉണ്ടാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അതോടുകൂടി നിങ്ങൾ ആ ഭഗവാന്റെ ആ ഡിവൈൻ മെലഡി, ആ ഒരു ഓടക്കുഴൽ നാദത്തിൻ്റെ മധുരിമ, മാന്ത്രികത, അത് എക്സ്പീരിയൻസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ ഭഗവാന്റെ മെസ്സേജ്. വൃന്ദാവനത്തിൽ വംശീവട്ടം തോന്നുന്നു, അവിടെ ഒരു വൃക്ഷത്തിൽ നമ്മളവിടെ ചെവി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കാൻ സാധിക്കും. എന്തുകൊണ്ടോ എനിക്കത് കേൾക്കാൻ വൃന്ദാവനത്തിൽ സാധിച്ചു. എന്തോ ഭഗവാന്റെ അനുഗ്രഹം, അത്രേ പറയാനുള്ളൂ. അപ്പം ഇന്നും കേൾക്കാം. ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ ആ വൃക്ഷത്തോട് നമ്മുടെ ചെവി ചേർത്ത് വെച്ചാണെങ്കിൽ ഭഗവാന്റെ ഓടക്കുഴൽ നാദം തീർച്ചയായിട്ടും കേൾക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വില്ലമംഗല സ്വാമിയാർക്ക്, പൂന്താനത്തിന്, കുറൂരമ്മയ്ക്ക്, ശങ്കരാചാര്യർക്കൊക്കെ ദർശനം കിട്ടിയ ദിവസമാണെന്ന്. അതാണ് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ഗീതാദിനാണ്. നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സമർപ്പിച്ച ദിവസമാണ്, നാരായണീയ ദിനമാണ്. ശങ്കരാചാര്യർ പൂജകൾ ചിട്ടപ്പെടുത്തിയത് ഇതേ ദിവസമാണ്. അന്നാണ് അവിടെ പ്രതിഷ്ഠ നടന്ന ദിവസവും ഈ ഏകാദശി ദിവസമാണ്. എല്ലാം കൊണ്ടും വളരെ പരമപുണ്യമായ ഒരു ദിനമാണ് ഗുരുവായൂർ ഏകാദശി. അന്ന് അവിടെ എത്തിപ്പെടാൻ സാധിക്കുക. അതുപോലെ ഈ വ്രതം അത്രയും മഹത്തരമായ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ പാപനാശനം, പാപങ്ങൾ നശിക്കുകയും ഐഹിക സുഖങ്ങൾ ലഭിക്കുകയും അതിലൂടെ പരമപദം പോകാൻ ഉള്ള അനുഗ്രഹവും ഭഗവാൻ നൽകുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെങ്കിൽ, കൃതയുഗത്തിൽ വരർന്നുള്ളൊരു അസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയും ആ സമയത്ത് യോഗനിദ്രയിലായിരുന്ന വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് തേജസ്സോടുകൂടിയ ഒരു ശ്രീരൂപം ഉടലെടുക്കുകയും ആ ശ്രീരൂപം അസുരൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഭസ്മീകരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ പെട്ടെന്ന് ഉണർന്നു. നോക്കുമ്പോൾ ഈ ശ്രീരൂപം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഏകാദശിയാണെന്ന് പറയുന്നു. എന്ത് വരാണ് വേണമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഈ ദിവസം വളരെ പരമപുണ്യമാക്കണമെന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകണമെന്നും അവരുടെ സകല പാപം നശിക്കണമെന്നും അവർക്ക് പരമപദം പോകാനുള്ള അനുഗ്രഹം നൽകണമെന്നും ആ ശ്രീരൂപം ഭഗവാനോട് ആവശ്യപ്പെട്ടു. ഭഗവാൻ അതുപോലെ തന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യമായ കഥ. അത്രയും പരിഭാവനമായ ഈ ഭൂലോക വൈകുണ്ഠത്തിലെ ഗുരുവായൂർ ഏകാദശി നിങ്ങൾക്കെല്ലാവർക്കും അനുഷ്ഠിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ പുണ്യദിനത്തിൻ്റെ ആശംസകൾ. താങ്ക് യു.